നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരി റെയിൽവേ രക്ഷാ ജനസഭാ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ശബരിപാത രക്ഷാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. തൊടുപുഴ അർബൻ സഹകരണ ബാങ്ക് നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തിവരുന്ന അനിശ്ചിതകാല ധർണ തൊടുപുഴയിൽ 4 ദിവസം പിന്നിട്ടു. വാർത്തകൾ വിശദമായി. ശബരി റെയിൽവേ രക്ഷാ ജനസഭാ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ശബരിപാത രക്ഷാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാതയുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ അർബൻ ബാങ്കിൽ നടന്ന കൺവെൻഷൻ മുൻ സംസ്ഥാന റെയിൽവേ വകുപ്പ് മന്ത്രി എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത് 1.5 പതിറ്റാണ്ട് കാലമായി. 500 കോടിയിലെ തുടക്കം. ഇന്ന് രാവിലെ ഞാൻ റെയിൽവേ ചീഫ് എഞ്ചിനീയറെ വിളിച്ചു ചോദിച്ചു, എന്താ ഞാൻ ഈ തൊടുപുഴയ്ക്ക് പോകുമ്പോൾ എന്താ കണക്കെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കണക്ക്. ഇപ്പോ അവസാനം അവർ കണക്കാക്കിയിരിക്കുന്ന കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് 1560 കോടിയാണ്. ആ 1560 കോടിയിൽ ഈ കോട്ടയം ജില്ലയിലെ റീ അലൈൻമെന്റ് വരില്ല കേട്ടോ. റീ അലൈൻമെന്റ് വരുമ്പോൾ അതിന്റെ എത്ര ആകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിന്റെ അസസ്മെന്റ് ഉണ്ടോ? ഇല്ല, അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു അലൈൻമെന്റ് റൂട്ട് മാറ്റി മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ആ കോട്ടയത്തെ റീ അലൈൻമെന്റിൽ നിലവിൽ ഇപ്പോൾ 6 ടണലുകളാണ് പഴയത്. നമ്മൾ അംഗീകരിച്ചതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് റെയിൽവേ ബോർഡിൽ അംഗീകരിച്ച പഴയ അലൈൻമെന്റിൽ 6 ടണലുകളാണ്. പുതിയ ഇതിലാണെങ്കിൽ 12 ടണലുകൾ നീളും. അപ്പൊ എത്ര കോടിയാണ് വർദ്ധിക്കുക എന്ന് കണ്ടറിയണം. എന്നാൽ പഴയ കണക്കാണ് ഞാൻ പറഞ്ഞത്, 1560 കോടി. അപ്പൊ എവിടേക്കാ പോകുന്നത്? ഇതാണ് വികസനം. മുൻ MLA ബാബു പോൾ വിഷയാവതരണം നടത്തി. ജനസഭാ പ്രസിഡന്റ് മാരിയൽ കൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. ഉഴവൂർ വിജയൻ, MJ ജേക്കബ്, അഡ്വക്കേറ്റ് EA റഹീം, PP ജോയ്, A രാധാകൃഷ്ണൻ, KM ബാബു, TR സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ അർബൻ സഹകരണ ബാങ്ക് നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നവതി നിക്ഷേപ പദ്ധതി മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ചെയർമാൻ A രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. അർബൻ ബാങ്ക് നവതി ആഘോഷിക്കുമ്പോൾ പങ്കെടുക്കാൻ അതിയായ സന്തോഷമാണ്. നമ്മുടെ ഈ പ്രദേശത്തെ, ഈ ജില്ലയിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുമെന്നാണ് അർബൻ ബാങ്ക്. സൽപ്പേരോട് ലാഭവിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നു. 10 ബ്രാഞ്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ നിലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഈ സഹകരണ സ്ഥാപനത്തിന് എല്ലാ ഭാഗങ്ങളും നേരിടുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ആളുകളെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്, ജോലി കൊടുത്തിരിക്കുന്നത് സഹകരണ മേഖലയാണ്. സഹകരണ മേഖല അതിന്റെ ഡെപ്പോസിറ്റ് എല്ലാം നോക്കുമ്പോൾ എത്രയോ വലിയ റോളാണ് പ്ലേ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള വായ്പ നൽകുവാൻ, അവരെ സഹായിക്കുവാൻ സഹകരണ മേഖല ഇന്ന് വളരെ വലിയ തോതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് നമുക്ക് സഹകരണ മേഖലയ്ക്ക് മന്ത്രി തന്നെ വന്നിരിക്കുന്നു. ഈ നിലയിലെല്ലാം സംസ്ഥാന ഗവൺമെന്റുകളും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. സഹകരണ കോൺഗ്രസ് എല്ലാം വളരെ വിപുലമായ പരിപാടികളോട് നടത്തപ്പെടുന്നത് നാം കാണാറുള്ളതാണ്. ഈ അവസരത്തിൽ ഈ അർബൻ ബാങ്കിൽ എൻ്റെ പകൽക്കായ പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ശ്രീ രാധാകൃഷ്ണൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തിവരുന്ന അനിശ്ചിതകാല ധർണ തൊടുപുഴയിൽ 4 ദിവസം പിന്നിട്ടു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലെടുക്കുന്ന മേഖലകളിലെല്ലാം തന്നെ തൊഴിലാളികൾ ഈ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സമൂഹത്തിന്റെ നാലാം മേഖലയിലെ ജനവിഭാഗങ്ങളും തൊഴിലാളികളും ജീവനക്കാരുമെല്ലാം പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരത്തിലൂടെ ഈ നടപടികളോടുള്ള ശക്തിയായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ടതെന്നാണ് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. 1 രൂപയ്ക്ക് 35 കിലോ ഭക്ഷ്യധാന്യം കേരളത്തിലെ എല്ലാ കാർഡുടമകൾക്കും നൽകാൻ വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നാൽ കൊടുക്കാൻ പോവുകയാണെന്നാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അതുപോലെ തന്നെ എല്ലാ പെൻഷനുകളും വർദ്ധിപ്പിക്കും. ഇവിടെ ക്രമസമാധാന നില തകർന്ന സാഹചര്യമാണ്. അതെല്ലാം പരിഹരിച്ച് കേരളത്തെ ദ്രുതഗതിയിൽ വികസനത്തിന്റെ മുന്നേറ്റത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. നേതാക്കന്മാരെ അങ്ങനെ ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളെ സമീപിച്ചത്. ഇവിടെ 2 രൂപയ്ക്ക് അരി കൊടുത്തിരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും അരി കിട്ടുമെന്ന കാര്യം ഉറപ്പായിരുന്നു. ക്ഷേമ പദ്ധതികളിലും അതുപോലെ BPL കാർഡുടമകൾക്കും എല്ലാം 2 രൂപയ്ക്ക് 35 കിലോ ഭക്ഷ്യധാന്യം കിട്ടുമെന്ന് ഉറപ്പുവരുത്തിയ സാഹചര്യത്തിൽ നിന്ന് 1 രൂപയ്ക്ക് അരി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ ചെയ്തന്മാരെ നമുക്ക് കൃത്യമായി അരി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു ഉറപ്പില്ല. കൃത്യമായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 35 കിലോ ഭക്ഷ്യധാന്യം 1 രൂപയ്ക്ക് കിട്ടിയതായി ഈ സംസ്ഥാനത്ത് ആരും പറയുന്നില്ല. അത് മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്താൻ, വിലക്കയറ്റം നിയന്ത്രിക്കാൻ LDF ഗവൺമെന്റ് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ സഹിതന്മാരെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 2 വർഷം പിന്നിടുമ്പോ വിലക്കയറ്റം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചു കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവീസ് സംഘടനാ നേതാക്കളായ PP ജോയ്, A സുരേഷ് കുമാർ, KM രാജേന്ദ്രപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. അന്യായ സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഇടുക്കി DDE അനില ജോർജ് മെഡൽ വിതരണം ചെയ്തു. മനോരമ സീനിയർ എക്സിക്യൂട്ടീവ് TA തങ്കച്ചൻ സ്വാഗതവും സർക്കുലേഷൻ ഇൻസ്പെക്ടർ സുധീഷ് നന്ദിയും പറഞ്ഞു. സിവിൽ സർവീസ് ജേതാവ് അലക്സ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷെ നമ്മുടെ ഈ വർഷത്തെ SSLCയുടെയും CBSEയുടെയും റിസൾട്ട് വന്നപ്പോൾ ഒരു തരത്തിലും പിന്നാക്കം നിൽക്കുന്ന ഒരു ജില്ലയല്ല പഠന കാര്യത്തിലെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റെല്ലാ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു പടി മുൻപിലാണ് എന്ന് തെളിയിക്കുന്ന റിസൾട്ടായിരുന്നു നമ്മൾക്ക് ലഭിച്ചത്. ഏതാണ്ട് 96.5% വിജയശതമാനമാണ് SSLCക്ക് നമ്മുടെ ജില്ലയിലുണ്ടായത്. CBSE അതിലും മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ തന്നെ അതിപ്രഗത്ഭമായ രീതിയിൽ A+ഉം A1ഉം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയേറെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എഴുതിത്തള്ളാവുന്ന ഒരു ജില്ലയോ എഴുതിത്തള്ളാവുന്ന ഒരു വിദ്യാഭ്യാസ രീതിയോ അല്ല നമ്മുടെ ജില്ലയിൽ നിലനിൽക്കുന്നത്. വളരെ മിടുക്കരായ പ്രഗത്ഭരായ കുഞ്ഞുങ്ങൾ, നല്ല അധ്യാപകർ, നല്ല അധ്യാപനം, നല്ല പഠനത്തിന് സൗകര്യമൊരുക്കുന്ന പഠന സൗകര്യങ്ങൾ എല്ലാം നമ്മുടെ ജില്ലയിലുണ്ട്. സർവോപരി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കരുതലുകൾ ചെയ്യുകയും ചെയ്യുന്ന മാതാപിതാക്കളും അധ്യാപകരുമുണ്ട്. 2 തരത്തിലും മിടുക്കരായ ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മുടെ ജില്ലയുടെ അഭിമാനമാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിനന്ദനം അറിയിക്കുന്നു. ഏറെക്കാലം കുട്ടികളോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ചേർന്ന് നിന്ന് കുട്ടികൾക്ക് വേണ്ടി പഠിപ്പുര എന്ന് പറയുന്ന ഒരു ദിവസത്തെ പത്രം കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച് എപ്പോഴും വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ, ലോക വാർത്തകൾ എല്ലാം സാധാരണക്കാരിലേക്കും കുഞ്ഞുങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന ഒരുപാട് സ്കൂളുകളിൽ ഒരു പത്രം വിതരണം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കുട്ടികൾക്ക് വേണ്ടി ഇത്രയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒരു പുതുതലമുറയെ ഇത്രയും കരുതലോട് കാണുകയും ചെയ്യുന്ന, ഇത്രയും ദീർഘകാലത്തെ സേവനം സമൂഹത്തിന് കാഴ്ചവെക്കുന്ന
ഒരു മാധ്യമം, പത്രമാധ്യമം തീർച്ചയായും കേരളത്തിൻ്റെ മാത്രമല്ല നാടിൻ്റെ, നമ്മുടെ ലോകത്തിൻ്റെ തന്നെ അഭിമാനമാണ് മലയാള മനോരമ. നിങ്ങൾക്കെല്ലാം അറിയാം. ഫുട്ബോൾ രംഗത്ത് ഇടുക്കിയുടെ അഭിമാനമായിരിക്കുകയാണ് തൊടുപുഴ സ്വദേശി ടി എ അക്ബർ എന്ന 15-കാരൻ. അണ്ടർ 16 വിഭാഗത്തിൽ പൂനെയിൽ നടന്ന മത്സരത്തിൽ കേരള ടീമിന് വേണ്ടി കാഴ്ചവെച്ച തിളക്കമാർന്ന പ്രകടനത്തോടെ ഈ വിഭാഗത്തിലെ കേരളത്തിലെ മികച്ച ഫുട്ബോൾ താരമായിരിക്കുകയാണ് അക്ബർ. പെരുമറ്റം തണ്ടായത്ത് അബ്ദുൾ റഹ്മാന്റെ ഇളയ മകനാണ് അക്ബർ. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സന്തോഷ് ട്രോഫി താരം PA സലീംകുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിന്റെ കീഴിലും പരിശീലനം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റേറ്റാണ് ഞാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കിട്ടിയിട്ട് സ്റ്റേറ്റ് ക്യാമ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പോകാൻ പറ്റിയില്ല. ചൂടുപനിയായിട്ട് പോകാൻ പറ്റിയില്ല ക്യാമ്പിൽ. ഈ പ്രാവശ്യം പോയി കളിച്ച് അവാർഡ് കിട്ടി. എന്നെ കളിച്ചു വരാൻ ഏറ്റവും പ്രോത്സാഹനം ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ കുടുംബക്കാരും, പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഭാവനയുടെ കോച്ച് ഷായി ചേട്ടൻ, പിന്നെ അതുപോലെ വിജയകുമാർ ഏട്ടൻ, പിന്നെ തൊടുപുഴയുടെ സന്തോഷ് ട്രോഫി താരം സലീംകുട്ടി അണ്ണൻ, അവരൊക്കെയാണ് എനിക്ക് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകുന്നത്. ഞങ്ങളുടെ PT മാഷ് നല്ല പ്രോത്സാഹനമാണ്. പിന്നെ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ 2 നേരം പ്രാക്ടീസ് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും മാനേജ്മെൻറ്റ് നല്ല പ്രോത്സാഹനമാണ്. ഫുട്ബോളിൽ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ഇന്ത്യൻ ടീമിലേക്കൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കും. UDF-ലെ ചില ഘടകകക്ഷികൾ മുന്നണി വിടുന്നതിന് കാലതാമസമുണ്ടാവില്ലെന്ന് NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ UDF സർക്കാരിന്റെ പതനം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രശ്നം തീർന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായ അവസ്ഥയാണ്. ഈ സർക്കാരിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അധിക നാൾ ഈ സർക്കാർ മുമ്പോട്ട് പോകില്ല. 2 മാസത്തിനുള്ളിൽ 2 കക്ഷികൾ ഈ മുന്നണി വിടാനുള്ള ഔദ്യോഗിക തീരുമാനമല്ലെങ്കിലും തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ UDF മുന്നണിയിലെ പ്രമുഖ കക്ഷികളിൽ ഒരു കക്ഷിയും, അങ്ങനെ വരുമ്പോൾ മറ്റു ചില ചെറിയ കക്ഷികളും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി വിടും എന്ന് ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരിക്കും. അപ്പം അതിനൊക്കെ ആക്കം കൂട്ടിക്കൊണ്ടാണ് കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ ഗ്രൂപ്പ് വടംവലി അതിശക്തമായി AI ഗ്രൂപ്പുകൾ തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ അടക്കം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാക്കന്മാർ എല്ലാ സമുദായ ശക്തികളെയും വിമർശിച്ചപ്പോൾ അവരൊക്കെ ചെയ്യുന്നു മഹാപാപമാണ്, അവർ NSSനെതിരെ പറഞ്ഞല്ലോ, SNDPക്കെതിരെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു വലിയ ബഹളം വെച്ചവർ ഈ സാമുദായിക നേതാക്കന്മാരുടെ വരാന്തയിൽ അന്തി ഉറങ്ങുകയായിരുന്നു. നേരം വെളുക്കുമ്പോൾ കണ്ടിട്ട് പോരാം എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും കോലം കത്തിച്ചുകൊണ്ടിരിക്കുക. കോലം കത്തിക്കേണ്ടത് ഇവരുടെ തന്നെയാണ്. അവർ നല്ലവരായിട്ടല്ല, അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ ന്യായീകരിച്ച് ഞാൻ പറയുകയല്ല. ഈ ജാതിക്കാരുടെ പിറകെ ഇങ്ങനെ ചേട്ടാ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് നടക്കരുത്. KPCC പ്രസിഡന്റ് ഫോൺ ആ പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രി തന്നെ ചോർത്തുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ ഭരണത്തിന്റെ സ്ഥിതി എന്ന് പാഴൂർ പടിക്കൽ പോയി പ്രശ്നം വെച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലും ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭാരമായി, ഒരു പാരയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഇടുക്കി ജില്ലാ കൺസ്യൂമർ വിജിലൻസ് ഫോറം വാർഷിക സമ്മേളനവും അഴിമതി വിരുദ്ധ സെമിനാറും ഞായറാഴ്ച 9:30 തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള വികസനം ത്വരിതപ്പെടുത്തുവാൻ താൽപര്യമുള്ള സന്നദ്ധ സംഘടനകളുടെ യോഗം PN പണിക്കർ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ നടക്കും. വെള്ളാള മഹാസഭ ഒളമറ്റം ഉപസഭാ പൊതുയോഗം ഞായറാഴ്ച 4-ന് ഉപസഭാ മന്ദിരത്തിൽ ചേരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരി റെയിൽവേ രക്ഷാ ജനസഭാ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ശബരിപാത രക്ഷാ കൺവെൻഷൻ സംഘടിപ്പിച്ചു.
തൊടുപുഴ അർബൻ സഹകരണ ബാങ്ക് നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തിവരുന്ന അനിശ്ചിതകാല ധർണ തൊടുപുഴയിൽ 4 ദിവസം പിന്നിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.